അഭിനയിക്കാൻ വേണ്ടി ഒരാഗ്രഹം വന്നു കഴിയുമ്പോൾ പിന്നെ അതിൻ്റെ പുറകെ നടന്ന് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഈ സിനിമ ഈ ലെവൽ വരെ എത്തിച്ചത്. നല്ലൊരു സിനിമയാണ്. കുട്ടികളും കുടുംബവും മാതാപിതാക്കളും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും അത് കാണുക, കണ്ട് അതിൻ്റെ അഭിപ്രായം പറയുക, ഉള്ള അഭിപ്രായം പറയുക. നല്ലത് ചീത്തയോ എന്നുള്ളത് കണ്ടു കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ നമ്മുടെ മനസ്സുകൊണ്ട് തോന്നുന്ന അഭിപ്രായം രേഖപ്പെടുത്തുക. നിങ്ങൾ ചാനലുകാർ നല്ലതായാലും നല്ലത് അഭിപ്രായപ്പെടുത്തുക, ചീത്തയാണെങ്കിൽ ചീത്ത എന്ന് അഭിപ്രായപ്പെടുത്തുക, കൃത്യമായിട്ട് അഭിപ്രായപ്പെടുത്തുക. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഞാൻ നാസർ ലത്തീഫ് സിനിമയിൽ ഒരു ക്യാരക്ടർ റോൾ പ്ലേ ചെയ്യുന്നു. നമ്മുടെ ഹരിയുടെ അച്ഛനായിട്ടാണ് ഇതിനകത്ത് അഭിനയിക്കുന്നത്. ഒരു നമ്പൂതിരി കഥാപാത്രമാണ്. നല്ലൊരു മനുഷ്യൻ, എല്ലാവരും സ്നേഹിക്കുന്ന ഒരു ഗ്രാമത്തിലെ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വരുന്ന പല അനുഭവങ്ങളാണ് എൻ്റെ കഥാപാത്രം കാണിക്കുന്നത്. ഇത് ഒരു നല്ല ഫാമിലി ചിത്രമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് എനിക്ക് മനസ്സുകൊണ്ട് തോന്നുന്നു. എല്ലാം അടങ്ങിയ ഒരു സിനിമയാണ്. അത്യാവശ്യം ഫാമിലി എമോഷൻസ്, വേറെ കോമഡി, അതുപോലെ തന്നെ നല്ല ഗാനങ്ങൾ, റൊമാൻസ് എല്ലാം അടങ്ങുന്ന ഒരു നല്ല ടോട്ടൽ ചേരുവയാണ് ഈ സിനിമ. അപ്പം അതുകൊണ്ട് തന്നെ ഓഡിയൻസ് ഇഷ്ടപ്പെടും, ഒരു നല്ല നിലയിൽ വിജയിക്കും. പടം ചെറുതും വലുതും ഒന്നും നമുക്ക് പറയാനില്ല. ചെറിയ പടങ്ങൾ കയറി വലിയ രീതിയിൽ ഹിറ്റാവുന്നു, വലിയ പടങ്ങൾ താഴത്തേക്ക് പോകുന്നു. അപ്പോൾ ഇതെല്ലാം പ്രേക്ഷകരുടെ കയ്യിലാണുള്ളത്, ഇതെങ്ങനെ സ്വീകരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് പ്രേക്ഷകരോടും കൂടി പറയാനുള്ളത്, ഇതൊന്ന് തീർച്ചയായിട്ടും ഏറ്റെടുത്ത് ഒരു വിജയമാക്കി മാറ്റണം. നല്ല നല്ല സിനിമകൾ ഭാവിയിൽ ഉണ്ടാവണം. ഇതുപോലെ പ്രൊഡ്യൂസേഴ്സ് മുന്നോട്ട് വരണം, പുതിയ പ്രൊഡ്യൂസേഴ്സ്. ഇത് ആരുടെയും കുത്തുകയല്ല, എല്ലാവർക്കും വന്ന് സിനിമകൾ എടുക്കാം. പണ്ടൊരു തോന്നലുണ്ടായിരുന്നു, വലിയവർക്ക് മാത്രം ഇതിനകത്തുള്ള ഒരു ഫോക്കസ് ഉണ്ട്, അവർക്ക് മാത്രമേ ഇതെല്ലാം കഴിയൂ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം മാറി തുടങ്ങി. ഇപ്പോൾ പുതിയ ആൾക്കാർ വരുന്നു, പുതിയ ഡയറക്ടേഴ്സ്, പുതിയ ആർട്ടിസ്റ്റുകൾ, പുതിയ ടെക്നീഷ്യൻസ്. ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ വളരെ ബുദ്ധി കൊണ്ടും കഴിവുകൊണ്ടും എല്ലാം നല്ല സിനിമകൾ ചെയ്യാൻ കഴിവുള്ളവരാണ്. അത് ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ട് പോട്ടെ. നമ്മുടെ മലയാളം സിനിമ ഇൻഡസ്ട്രി എല്ലാവരും ബഹുമാനിക്കുന്ന, ഇന്ത്യയിൽ മൊത്തം അത് മാത്രമല്ല, ഈവൻ ഔട്ട്സൈഡ് ഇന്ത്യ എല്ലായിടത്തും എല്ലാവരും ബഹുമാനിക്കുന്ന ഒരു ആർട്ടിസ്റ്റിക് മൂവീസാണ് നമ്മുടെ മലയാളം സിനിമ എപ്പോഴും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഭാവിയിലും അതുപോലെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഫാമിലി ഡ്രാമയാണ് ഇതിൻ്റെ ഒരു ജോണർ. ഫാമിലി ഡ്രാമ ആണെങ്കിലും കോമഡിക്കും റൊമാൻസിനും അതുപോലെ തന്നെ പൊളിറ്റിക്കലിയും കറണ്ട് അഫയേഴ്സൊക്കെ സംസാരിച്ചു പോകുന്ന ഒരു ചിത്രമാണ് ഓർമ്മ ചിത്രം. അതിലെൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഉണ്ണി എന്നാണ്. ഒരു ബ്രാഹ്മിൻസ് ഫാമിലിയിലുള്ള ഒരു യുവാവാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലിക്ക് സംഭവിക്കുന്നതും തുടർന്നുണ്ടാകുന്ന ഇഷ്യൂസും ഒക്കെയാണ് ചിത്രത്തിൻ്റെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ ഫാമിലിക്ക് കയറി എന്തായാലും ഉറപ്പായിട്ടും കാണാൻ പറ്റിയൊരു ചിത്രമാണ്. എല്ലാവരും തിയേറ്റർ ചിത്രം കാണണം. താങ്ക് യു. എൻ്റെ ക്യാരക്ടർ ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആണ്. ഞങ്ങളുടെ പോർഷൻ വരുന്നത് കോളേജിലെ ഒരു ലവ് സ്റ്റോറി ആയിട്ടാണ്. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഫാമിലി ആയിട്ട് ഇപ്പം നമ്മുടെ പേരൻസിനോടൊപ്പം ഇരുന്ന് അവരുടെ റിയാക്ഷനൊക്കെ കണ്ടിരുന്ന് കാണാൻ പറ്റിയൊരു മൂവിയാണ് ഓർമ്മചിത്രം. അപ്പോൾ അവർക്കും ഇഷ്ടപ്പെടും എന്ന് തോന്നുന്ന ഒരു മൂവിയാണ്. എല്ലാവരും ഇപ്പോൾ തിയേറ്ററിൽ പോയി കാണുക. നമുക്കിപ്പോൾ ഈ OTT കാണുന്ന ഹാബിറ്റ് ഇപ്പം എനിക്കുൾപ്പെടെ അത് കൂടുതലാണ്. അപ്പോൾ എല്ലാവർക്കും തിയേറ്ററിൽ ഫാമിലി ആയിട്ട് പോയിരുന്ന് കാണാൻ പറ്റുന്ന മൂവിയാണ്. അപ്പോൾ കണ്ടിട്ട് ഞങ്ങളോട് അഭിപ്രായം പറയണം. കണ്ടിട്ടില്ല. ഒരു ഡയറക്ടറുടെ പേര് അല്ലെങ്കിൽ അത് ഒരു വർക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ സ്വന്തം പേരിൽ അറിയപ്പെടുന്ന എല്ലാ ഒരു കലാകാരൻ ആഗ്രഹിക്കുന്നതാണ്. ഇങ്ങനൊരു സജഷൻ വന്നപ്പോൾ എന്താണ് അങ്ങനെ ഒരു പ്രൊഡ്യൂസർ എന്നാലും ചോദിക്കുക, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സെലക്ട് ചെയ്യാൻ കാരണം? അത് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളൊരു സാധാരണക്കാരൻ എടുക്കുന്ന ഒരു സിനിമ, സാധാരണക്കാരൻ സംവിധാനം ചെയ്യുന്ന സിനിമ, ഒരു സാധാരണക്കാരൻ ചെയ്യുന്ന ഒരു സിനിമ എന്ന് വെച്ചാൽ ഒരു സാധാരണക്കാരൻ്റെ ഒരു പ്രതിനിധിയാണ്. വഴിപോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു വലിയൊരാളൊന്നുമല്ല, ഒരു സാധാരണക്കാരൻ എന്ന് വെച്ചാൽ ഒരു അഡ്രസ്സ് ഇല്ലാത്തൊരാൾ. അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഒരു സാധാരണക്കാരൻ ചെയ്യുന്ന സിനിമ സാധാരണക്കാരനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നു, അവൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കാര്യങ്ങൾ പറയുന്നു. അതാണ് നമ്മളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. എന്തിനു വേണ്ടിയും കളയാൻ പറ്റില്ല. പിന്നെ
ദൈവം തമ്പുരാൻ തന്ന ഇത്രയൊക്കെ നേട്ടങ്ങൾ, ദറ്റ് ഇറ്റ് സെൽഫ് ഈസ് ഗുഡ്, മോർ ദൻ ഇനഫ്. ഐ എം ഹാപ്പി. ഞാൻ ഉള്ളതുപോലെ ഞാൻ തൃപ്തനാണ്. ഇനി കൂടുതൽ കിട്ടിയ സന്തോഷം, കിട്ടിയില്ലെങ്കിൽ ഉള്ളത് വെച്ച് തൃപ്തനാണ്. ഇഷ്ടപ്പെടുന്ന എന്താ, അവർ ചെയ്ത ക്യാരക്ടറും അവർ ചെയ്ത പടങ്ങളും പടത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഇതിലെ ഡയറക്ടറും ഈ പടത്തിൻ്റെ പേരിൽ അറിയപ്പെട്ടെ, അല്ല ഡയറക്ടറിൻ്റെ പേരിലല്ല പടം അറിയപ്പെടുന്നത്. പടം നല്ലതാണ്. പടം റിലീസായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പബ്ലിക് അന്വേഷിക്കും ഇതാരാ ഈ പടം ചെയ്തതെന്ന്. ഓട്ടോമാറ്റിക് അപ്പോൾ ഡയറക്ടർ ഓട്ടോമാറ്റിക് വരും. പ്രൊഡ്യൂസർ കൂടെ ഉണ്ടല്ലോ. പ്രൊഡ്യൂസർ എന്ത് ചോദിച്ചാലും പറയാൻ പ്രൊഡ്യൂസർ ബാധ്യസ്ഥനാണ്. പ്രൊഡ്യൂസർ കൂടെ ഉണ്ട്. ഐഡൻറ്റിറ്റി ഇല്ലാതല്ല. പടത്തിൻ്റെ പേരിൽ ഡയറക്ടറും ബാക്കിയുള്ള ടീമും അറിയപ്പെടട്ടെ, അല്ലാണ്ട് അവരുടെ പേരിലല്ല പടം അറിയപ്പെടുന്നത്. പടം നല്ലതാണ്, ആൾക്കാർ ഇഷ്ടപ്പെടും, തീർച്ചയായും ഡയറക്ടറെ അന്വേഷിക്കും. അപ്പോൾ ഡയറക്ടർ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഓക്കെ, താങ്ക് യു.